അശി, നീ ഇവിടെ വന്നിരിക്കുവായിരുന്നോ? ഞാൻ നിന്നെ ഒന്ന് അഭിനന്ദിക്കാനാ വന്നത്. എന്താ അമ്മ കാര്യം? പൃഥ്വി ഓഫീസിൽ പോയി തുടങ്ങിയതിന് നീ ഒരു കാരണമാണ്. പല കാരണങ്ങൾ പറഞ്ഞ് പൂർണിമയെല്ലാം കൈപ്പിടിയിൽ ഒതുക്കി വെച്ചിരിക്കുകയായിരുന്നു. അതിനൊരു മാറ്റം വന്നത് നീ കൂടി ഇടപെട്ടതുകൊണ്ടാ. ഇവിടെ എല്ലാത്തിനും അധികാരിയായി പൃഥ്വി വരണമെന്ന എന്റെ സ്വപ്നം. ഞാനും ആഗ്രഹിക്കുന്നത് തന്നെയാ. അമ്മ സമാധാനായിട്ടിരിക്കെ, നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം നടക്കും. അതത്ര എളുപ്പമല്ല ഷി. പൃഥ്വിക്ക് പൂർണിമ എന്ന് പറഞ്ഞ ദൈവത്തെ പോലെയാ. അവള് പറയുന്നത് എന്തും അവൻ കണ്ണു അടച്ചങ്ങ് അനുസരിക്കും. ഇനി അത് നീ വേണം മാറ്റിയെടുക്കാൻ. മനസ്സിലായി, ഞാൻ വേണ്ടതുപോലെ ചെയ്തോളാം. പൂർണിമയുടെ കള്ളത്തരങ്ങളും നീ പറഞ്ഞ് പൃഥ്വിയെ മനസ്സിലാക്കിപ്പിക്കണം. ഒരു ഭാര്യയ്ക്ക് ഭർത്താവിനെ എളുപ്പം മാറ്റിയെടുക്കാൻ സാധിക്കും. അങ്ങനെ സാധിക്കുന്നിടത്താണ് നിന്റെ വിജയം. എനിക്ക് ഈ ലോകത്ത് ഏറ്റവും വലുതെന്റെ മകനാ. അങ്ങനെങ്കിൽ അവന് കുറച്ച് ഉത്തരവാദിത്വം ഉണ്ടാവട്ടെ. ചാനലിൽ ജോലി തിരക്കായാൽ പൃഥ്വി മേനോനുമായുള്ള ബന്ധം നിർത്തി കൂടുതലായി ചാനലിൽ ശ്രദ്ധിച്ചു തുടങ്ങിയനെ. കിരണിന്റെ അനിയൻ എന്ന നിലയിൽ പൃഥ്വിയിൽ അങ്ങനൊരു മാറ്റം ഉണ്ടാകുന്നത് നല്ലതാ. അഷിതയ്ക്ക് നല്ലൊരു ജീവിതം കിട്ടാനും അത് തന്നെയാ നല്ലത്. പക്ഷേ മേനോന്റെ ലോകത്തുനിന്നും അത്ര പെട്ടെന്നൊന്നും പൃഥ്വിക്ക് രക്ഷപ്പെട്ടു വരാൻ സാധിക്കില്ല. ഒരിക്കൽ ഇത്തരം ഗ്യാങ്ങുകളിൽ പെട്ടാ പിന്നെ മരണത്തിന് മാത്രമേ അവരെ രക്ഷിക്കാൻ പറ്റൂ. പിന്നെ കിരൺ പറഞ്ഞതുപോലെ ചാനലിൽ പോയി തുടങ്ങിയ മെയിനോന്റെ കാര്യങ്ങളിൽ നിന്ന് വിട്ട് പൃഥ്വി ചാനലിലെ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കാനൊന്നും ഒരു സാധ്യതയില്ല. അവൻ കൂടുതലായി പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണ് സാധ്യത. താനെന്താ ഉദ്ദേശിക്കുന്നത്? പൃഥ്വി മെയിനോന് വേണ്ടി വാർത്തകൾ മാനിപ്പുലേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വലിയ പ്രയോജനമുണ്ടോ? ഇവിടെ ഇത്രയും ചാനലുള്ളപ്പോ ഒരു ചാനൽ മാത്രം വാർത്ത മാനിപ്പുലേറ്റ് ചെയ്താ എന്ത് സംഭവിക്കാനാ? അങ്ങനെയല്ല, ഇന്ദ്ര ടിവിക്ക് ഇവിടെയുള്ള മറ്റു പല ചാനൽസിനെക്കാളും സോഴ്സ് ഉണ്ട്. അങ്ങനെ മറ്റാർക്കും കിട്ടാത്ത വാർത്തകൾ കിട്ടിയാൽ ഒരുപക്ഷെ പുറം ലോകം അറിയാതെ പൃഥ്വി ഇടപെട്ട് മാറ്റിയേക്കും. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് മെയിനോനെ കുറിച്ചുള്ള വാർത്തകൾ. മനസ്സിലായി. എല്ലാത്തിനും കാരണം തന്നെ ചേച്ചിയും ഭർത്താവും അല്ലേ? പൃഥ്വി വേണ്ട, ആ നാശത്തിന് എന്റെ ചേച്ചിയൊന്നും പറയണ്ട. അവൾ എന്റെ ആരുമല്ല. ശരി, ഞാൻ പറയുന്നില്ല. എന്താ പോരെ? പൃഥ്വിക്ക് വേണമെങ്കിൽ പൂർണിമ ചേച്ചിയോട് അവരെ ഇറക്കി വിടാൻ പറയായിരുന്നു. പക്ഷെ പൃഥ്വി അത് ചെയ്യില്ല. എങ്ങനെ പറയും? ചേച്ചിയുടെ പ്രിയപ്പെട്ട അനുജന് ചേച്ചിയെ എതിർക്കാൻ പറ്റില്ലല്ലോ, അല്ലേ? താൻ വെറുതെ ദുർഗയോടുള്ള ദേഷ്യത്തിന് എന്നോട് വഴക്കിടണ്ട. ഞാൻ പറഞ്ഞാലും അവര് പോവില്ല എന്ന കാര്യം തനിക്ക് നന്നായിട്ട് അറിയാം. അമ്മയും ചെറിയച്ഛനും ഉൾപ്പെടെ എല്ലാരും ശ്രമിച്ചിട്ടും അവരെ ഇറക്കി വിടാൻ സാധിച്ചിട്ടില്ല. ആ ദുർഗ ഒരു ഉടുമ്പ, പിടിച്ച പിടി വിടില്ല. അതുപോലെ അവള് പൂർണിമ ചേച്ചിയെ ഇറുക്കി പിടിച്ചിരിക്കുക. താൻ വിഷമിക്കാതെ നമുക്ക് എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടുപിടിക്കാം. അവരെ ഇവിടുന്ന് ഇറക്കാൻ എന്താ വേണ്ടതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതിനുകൂടെ വേണ്ടിയാ ഞാൻ നാളെ വീട്ടിലേക്ക് പോകുന്നത്. ദുർഗയെ തളയ്ക്കാൻ അമ്മയും അപ്പച്ചിയും തന്നെയാ നല്ലത്. ശരി, താൻ എന്തായാലും രാവിലെ റെഡി ആയിക്കോ. ഞാനൊന്ന് കിടക്കാൻ പോട്ടെ, എനിക്ക് നല്ല ക്ഷീണം. കിടന്നു, എനിക്ക് കുറച്ചുകൂടി വർക്ക് തീർക്കാനുണ്ട്. ഗുഡ് നൈറ്റ്. ഈ പെണ്ണ് എന്തൊക്കെയാ ഗിരിജയെ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അവിടെ എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ടെന്നാ എനിക്ക് തോന്നുന്നേ. അതാ ആശുമോക്ക് ദേഷ്യം. അതെ, അവിടെ പ്രശ്നങ്ങളേ ഉള്ളൂ. പക്ഷെ അതിനൊക്കെ കാരണം ദുർഗയാ. എനിക്കെപ്പോഴേ തോന്നി ആ നാശം പിടിച്ചവൾ എവിടെ ചെന്ന് കേറിയാലും അവിടെ നശിപ്പിക്കും. ആ ദുർഗയും കിരണും കാരണം എനിക്ക് ഇവിടെ ജീവിക്കാൻ നിവർത്തിയില്ല. ഇന്ദ്രപ്രസ്ഥത്തിലെ റാണിയാവാൻ പോയി എനിക്ക് അവിടെ ഇപ്പൊ ഒരു വിലയുമില്ല. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? അതറിയാൻ തന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേ. അമ്മയും അപ്പച്ചിയും കൂടെ അവളെ എങ്ങനെയെങ്കിലും അവിടുന്ന് പുറത്താക്കണം. അത് ഞങ്ങൾ വിചാരിച്ചാലും നടക്കുമെന്ന് തോന്നുന്നില്ല ഷി. അതെ, ആ
കോന്തനെ കിട്ടിയപ്പോ അവള് വേറെ ആരോ ആയ മട്ട. പഴയ ദുർഗയൊന്നും അല്ല വിളിപ്പോ. ഓ, അപ്പൊ നിങ്ങളും എന്നെ കൈ ഒഴിയുവാണല്ലേ? എങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ ഇവിടെ തന്നെ അങ്ങ് നിക്കാം. എന്തിനാ അവർക്ക് അവിടെ പോയി നാണം കിടന്നേ? എടി മോളെ, ആ ദുർഗയുടെ ഉദ്ദേശം അത് തന്നെയാ. നിന്നെ അവിടുന്ന് പുറത്താക്കി ഒറ്റയ്ക്ക് സുഖമായി ജീവിക്കണം അവൾക്ക്. നീ അതിന് അവസരം കൊടുക്കുകയല്ല വേണ്ടത്. അതെ, ആ നശിച്ചവളെ അനുസരിപ്പിക്കാൻ പറ്റുന്ന ഒരേ ഒരാള് ദേവേട്ടനാ. നീ എങ്ങനെയെങ്കിലും ദേവേട്ടനെ കാര്യം പറഞ്ഞ് മനസ്സിലാക്ക്. ദേവേട്ടൻ പറഞ്ഞ അവൾ അനുസരിക്കും. അത് ശരിയാ. നീ നിന്റെ അച്ഛനോടൊന്ന് സംസാരിച്ചു നോക്ക്. അതിന് ഞാൻ എന്തെങ്കിലും പറഞ്ഞ അച്ഛൻ അനുസരിക്കുവോ? അച്ഛനും മുത്തശ്ശിക്ക് എന്നോട് ഒരു സ്നേഹവും ഇല്ല. അവർക്ക് ദുർഗയല്ലേ വലുത്. അത് ശരി തന്നെയാ. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും നീയും ദേവേട്ടന്റെ മോളല്ലേ. ആ സ്നേഹം മനസ്സിലുണ്ടാവാതിരിക്കില്ലല്ലോ. അതുകൊണ്ട് നീ കരഞ്ഞു പറഞ്ഞാൽ അനുസരിക്കും. എന്തായാലും ഒന്ന് പറഞ്ഞു നോക്കാല്ലേ? അതെ, പക്ഷേ നിന്റെ ദേഷ്യവും എടുത്തുചാട്ടം ഒന്നും വേണ്ട. മര്യാദയ്ക്ക് വേണം കാര്യങ്ങൾ പറയാൻ. നാത്തും വിഷമിക്കണ്ട. അതൊക്കെ അശിമോള് വേണ്ട പോലെ കൈകാര്യം ചെയ്തോളൂ, അല്ലേ അശി?